Good morning, dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ എക്കണോമിക്സിലെ റിലേറ്റഡ് ആയിട്ടുള്ള ഘടകങ്ങളാണ്, പോയിന്റ്സ് ആണ്. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഭാഗമാണ് കോസ്റ്റ്, വില അല്ലേ, പ്രൈസ്. നമുക്ക് എല്ലാ കോസ്റ്റും എങ്ങനെയൊക്കെ, ഏതൊക്കെ കോസ്റ്റിൽ എങ്ങനെയൊക്കെ ആണെന്ന് അതിൻ്റെ ഒരു ഡെഫിനിഷനും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് പഠിക്കാൻ, ദെൻ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കൺസെപ്റ്റ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, ആൻഡ് തിയറി ഓഫ് കോസ്റ്റ് ഉണ്ട്, ആൻഡ് ദ ഷോർട്ട് റൺ കോസ്റ്റ് കർവ് ഉണ്ട്, ലോങ് ടേൺ ഉണ്ട്. ഓക്കെ, ദെൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ കോസ്റ്റ്. ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ഡിസിഷൻ ഓഫ് എ ഫേം റിഗാർഡിംഗ് പ്രൊഡക്ഷൻ ഓഫ് എ ഗുഡ് ഡിപ്പെൻഡ് ഓൺ 2 factors. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്താ പറയുന്നത്, കോസ്റ്റ് പല ഫാക്ടേഴ്സിനെയും റിലേറ്റഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്, നമുക്കറിയാം. ദ ഡിമാൻഡ് ഫോർ ദ ഗുഡ് ആൻഡ് സെക്കൻഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്. ഓക്കെ, ദ ഡിമാൻഡ് ഓഫ് ദ ഗുഡ് ആൻഡ് സെക്കൻഡ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്. ഒന്ന്, സാധനത്തിൻ്റെ ആവശ്യകത, എത്രത്തോളം നീഡാണ് ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ്, അതിൻ്റെ വില, എത്രത്തോളം വില നമുക്ക്, വില അല്ലേ, ബേസിക് പ്രൈസ്, അതിൻ്റെ അടിസ്ഥാന വില എന്താണ് എന്നുള്ളതും. ആ രണ്ടും, ഒരു ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ആവശ്യകതയും ആ വില എങ്ങനെയാണ് അതിൻ്റെ വില എന്നതും, ആ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ, കോസ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. Okay, according to the concept of cost production, the basic to the understanding of the price theory and requires the through of discussion. അതായത് വില നിർവചനം, തിയറി ഓഫ് പ്രൈസ് എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ റെലവൻറ്റ് തിയറി ഓഫ് ഫേമിലേക്ക് അതെങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് പറയുന്നത് മാക്സിമം പ്രോഫിറ്റാണ് എല്ലാ ഫേമിൻ്റെയും ലക്ഷ്യം, നമ്മൾ ഡിസ്കസ് ചെയ്തു. The price theory and recurs through discussion a price taker firm wishes to obviously a firm interested to minimize what economics called the private cost. The concept of social cost that is being often referred to the context of social welfare is not relevant for the theory of firm. However, the necessary to the social cost economic analysis, the distinction between money and the cost ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ, അവസര വില എന്ന് പറയും. നമ്മൾ ഓരോ അവസരത്തിലും, അതായത് സിറ്റുവേഷനിലും വില എന്ത് ചെയ്യും, കൂടും കുറയ്ക്കൊക്കെ ചെയ്യില്ല. നമുക്കറിയാം, പച്ചക്കറി കൂടുതൽ കൂട്ടുന്ന, അതായത് ഹിന്ദുസിന് മീൻ കൂട്ടാത്തൊരു സമയമുണ്ട്, പച്ചക്കറി മാത്രം കൂട്ടുന്ന ഒരു ശബരിമലക്കൊക്കെ മാല ഇടുന്ന സീസണിലൊക്കെ പച്ചക്കറിക്ക് കുറച്ച് വില കൂടും. ഓക്കെ, സാധാരണ വിലയുള്ള സമയത്ത് കൂടും. അതേപോലെ ട്രോളിങ്, മീൻ എന്ത് ചെയ്യും, മീൻ കിട്ടാത്ത സമയത്താണ് മീൻ കുറച്ചൊന്ന് വില കൂട്ടും. അങ്ങനെ ഓരോ ഇതിനും കോസ്റ്റ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വില കൂടുകയും ചെയ്യും, വില കുറയുകയും ചെയ്യും. From analytical point of view, both concepts are relevant, thus may be understood carefully. The concept of cost may be interpreted from the point of view of accountant of economics. The 2 approaches differ from the treatment implicit. അതായത് ഈ അപ്രോച്ചസ് എന്താണ് നമ്മൾ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ് പറയുന്നത്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്, പിന്നെ പറയുന്നത് കൺസെപ്റ്റ്, എന്താ കൺസെപ്റ്റ്, പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. 2 തരം കൺസെപ്റ്റാണുള്ളത്. ഫസ്റ്റ് ഈസ് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് പ്രൈവറ്റും, പിന്നെ പറയുന്നത് സോഷ്യൽ കോസ്റ്റ്. മാറിപ്പോയത് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. ദർ ആർ 2 കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്. ഫസ്റ്റ് ഈസ് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് സോഷ്യൽ കോസ്റ്റ്. എന്താണ് ദ മൈക്രോ എക്കണോമിക്സ് തിയറി, ദ കൺസെപ്റ്റ് ഓഫ് ബോത്ത് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ് ആർ യൂസ്ഡ്. നമുക്കറിയാം, നമ്മളെ പിന്നെ മൈക്രോ എക്കണോമിക് തിയറിയിൽ നമ്മളിത് മനസ്സിലാക്കിയതാണ്. ദ ഫേം, ഇറ്റ് ഈസ് എ അറ്റംപ്റ്റ് ടു അറ്റൈൻ ദ ഗോൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ ഏത് സെക്ഷൻ എടുത്താലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് ദ മാക്സിമൈസേഷൻ ഓഫ്, അല്ലേ, goal of profit maximization is guided entirely by the private cost consideration. It is the decision making. It ignores all those costs who may be imposing other while carrying out production program. However, in welfare studies and together with the firm, both explicit and implicit costs in such costs are taken in account which are external to the narrow economic of the firm. അല്ലെ, ഒരു ഫേമിനെ നമ്മൾ എന്തൊക്കെ ചെയ്യാം, ഒരു ഫേമിനെ നമ്മളതിലേക്ക് പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ മോണോപോളിസ്റ്റിക് കണ്ടീഷൻ പറഞ്ഞു, ഓരോ തീരുമാനിക്കുന്നത് മോണോപോളിസ്റ്റ് കോമ്പറ്റീഷനിൽ അത് തീരുമാനിക്കുന്നത് ആരായിരിക്കും,
മൊണോപ്പൊളിസ്റ്റിക് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു വൺ സെല്ലർ ഓർ വൺ ഇൻഡിവിജ്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഇതേ ഫേമിൽ നെക്സ്റ്റ് പറയുന്നത് എന്താ, ദ ഫേം ഈസ് അറ്റൈൻ ദ ഗോൾ ഓഫ് പ്രോഫിറ്റ് ഓഫ് മാക്സിമം. അതിപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷൻ ആയാലും അല്ലെങ്കിലും മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷൻ ആണെങ്കിലും അല്ലെങ്കിലും എന്താണ് പൊതുവേ ഒരു മാർക്കറ്റിൽ എന്താണ് അവർക്ക് വേണ്ടത്, പൊതുവേ ഒരു മാർക്കറ്റിൽ അവർക്ക് വേണ്ടത് മാക്സിമം പ്രോഫിറ്റ് ആണ്. ഓക്കെ, മാക്സിമം പ്രോഫിറ്റ് ആണ് പറയുന്നത് അല്ലേ. അതിൽ അപ്പോൾ കോസ്റ്റ് ഇതിൽ പറയും സോഷ്യൽ. എന്താണ് പ്രൈവറ്റ് കോസ്റ്റ്? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രൈവറ്റ് കോസ്റ്റ്, എന്താണ് സോഷ്യൽ കോസ്റ്റ് അല്ലേ. നോക്കാം ഓരോ കോസ്റ്റും. മണി കോസ്റ്റ് എന്താണ്, റിയൽ കോസ്റ്റ് എന്താണ്, എക്കണോമിക് കോസ്റ്റ്, ദെൻ അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഇതെല്ലാം എന്താണെന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മണി കോസ്റ്റും ദെൻ പ്രൈവറ്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റും. ഫസ്റ്റ് പ്രൈവറ്റ് കോസ്റ്റ്. എന്താണ് പ്രൈവറ്റ് കോസ്റ്റ്? മൈക്രോ എക്കണോമിക് തിയറി ദ കൺസെപ്റ്റ് ഓഫ് ബോത്ത് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ് ആർ യൂസ്ഡ്. നമുക്കറിയാം പ്രൈവറ്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റ് പൊതുവേ എക്കണോമിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. ദ ഫേം ഈസ് അറ്റംപ്റ്റ് ടു അറ്റൈൻ ദ ഗോൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമുക്കറിയാം ഇത് പ്രൈവറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റ് മാക്സിമൈസേഷനാണ് ഓരോ പ്രൊഡ്യൂസറും എയിം ചെയ്യുന്നത്. Is the guided entirely by the private cost consideration. It is decision making and ignores all those costs which is maybe imposing the others while carrying out the production program. പ്രൊഡക്ഷൻ പ്രോഗ്രാമിൽ ഇവർക്ക് എന്തൊക്കെ ചിലവ് വന്നിട്ടുണ്ട്, എന്തൊക്കെ നോക്കിയാലും അവർ അതിനനുസരിച്ച് അവർക്ക് എന്തൊക്കെയാണോ എക്സ്പെൻഡിച്ചർ അവർക്ക് എന്തൊക്കെയാണ് ഇതിൽ ലോസ് ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ചിലവ് വന്നത് അതൊക്കെ അവരെന്ത് ചെയ്യും, ഈ വിലയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ വില നിശ്ചയിക്കുന്നത്. അവർ എ വെൽഫെയർ സ്റ്റഡീസ് ടുഗദർ വിത്ത് ദ firms both explicit implicit of costs. Such costs are taken into accounts which external narrow economic of the firm. ആ ഫേമിൽ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നത്, എന്തൊക്കെയാണ് അവർക്ക് ഇൻഗ്രീഡിയൻസിന് തയ്യാറാക്കുക, റോ മെറ്റീരിയൽസിനൊക്കെ നഷ്ടം വന്നതും അതൊക്കെ അവരെന്ത് ചെയ്യും, ഈ വിലയിൽ അവർക്ക് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്ന വിലയാണ് സോഷ്യൽ കോസ്റ്റ് ആൻഡ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് കോസ്റ്റിന് ഏറെയും ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. The private firms, every firm requires various input to produce a good. In order to secure command over these input, the firm has to pay some price for each of these input. The amount of money paid is known as cost. അല്ലേ, അവർ അതിന് മുടക്കുന്ന ആ ഒരു വിലയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് അവർ ഇൻക്ലൂഡ് ദ പ്രൈവറ്റ് കോസ്റ്റ് നോട്ട് ഓൺലി ദ എക്സ്പെൻഡിച്ചർ inputs from the market, it also input the cost of all these services which we define either purchase of inputted value. Then it consists the generally economics include the following expenditure the cost. വിലയിൽ ഉൾപ്പെടുന്ന ചില ഘടകങ്ങൾ പൊതുവെ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്. The first is കോസ്റ്റ് ഓഫ് ദ റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കളുടെ വില, അതൊരു കോസ്റ്റാണ്. വേജസ് ഓഫ് ദ ലേബേഴ്സ് നേരത്തെ മിസ് പറഞ്ഞല്ലോ, അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കണമെങ്കിൽ എന്തൊക്കെ വേണം, കുറേ നഷ്ടങ്ങളും പ്രശ്നങ്ങളും ചിലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്തിട്ട് വേണം അവർക്ക് ആ വില നിശ്ചയിക്കാൻ. എന്തൊക്കെയാണോ അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അതിൻ്റെ പ്രശ്നങ്ങളും ആ ഒരു ചിലവ് വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് ദ റോ മെറ്റീരിയൽ, അവരതിന് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വാങ്ങുന്ന റോ മെറ്റീരിയൽ വാങ്ങാൻ വന്ന ചിലവ്. വേജ് ഓഫ് ദ ലേബേഴ്സിന് കൊടുക്കുന്ന കൂലി, അതും ഒരു ചിലവാണ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ ലോൺസ്, അവർ ആ ഒരു ഫേമിൽ ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ അവർ ക്യാപിറ്റൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ക്യാഷ്, പലിശ. റെൻ്റ് ഓഫ് ദ ലാൻഡ് ആൻഡ് ദ ബിൽഡിങ്സ്, ആ ബിൽഡിങ്സിന് കൊടുക്കുന്ന റെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന് കൊടുക്കുന്ന ലാൻഡിന് കൊടുക്കുന്ന റെൻറ്റ് അല്ലെ വാടക. ദെൻ റിപ്പയറിങ് കോസ്റ്റ് ഓഫ് ദ മെഷീൻ ആൻഡ് ഡിപ്രസിയേഷൻ,
അതായത് ആ മെഷീൻസിന് എന്തെങ്കിലും ഫാൾട്ടോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പയറിന് കൊടുക്കുന്ന ക്യാഷ്, ചിലവ്, ഇതൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വന്ന നഷ്ടങ്ങൾ, ചിലവുകളാണ്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പേയ്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ലോക്കൽ ബോഡീസ്, അല്ലേ? ഗവൺമെന്റിനും ടാക്സ് കൊടുക്കണം, ലോക്കൽ ബോഡീസിന് ടാക്സ് കൊടുക്കണം. ഒരു മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫേം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പല ഘടകങ്ങളും നോക്കേണ്ടി വരും. അതിൽ പല ഘടകങ്ങളെ പറ്റി നമ്മൾ പറയുന്നത് ഇൻപുട്ട് വേജസ്, പേയ്മെന്റ് ഓഫ് ദ പ്രൊഡ്യൂസ് ഓഫ് ദ വർക്ക് പെർഫോംഡ് ബൈ ഹിം. അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ ഇതിനെന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ഫേമിൽ ഒരു കോർഡിനേറ്റർ, ഒരു പ്രൊഡ്യൂസറെ വെച്ചിട്ടുണ്ടാവും. അദ്ദേഹമായിരിക്കും അത് കോർഡിനേറ്റ് ചെയ്തതും അത് മാർക്കറ്റ് റോ മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹമായിരിക്കും അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ഹാൻഡ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേജസ് കൊടുക്കണം. നെക്സ്റ്റ് ഇൻപുട്ടഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓഫ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ബൈ പ്രൊഡ്യൂസർ. അദ്ദേഹം ഈ പ്രൊഡ്യൂസർ അതിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിനും അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം. ദ റെന്റ് ഓഫ് ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ് ഓൺ ബൈ പ്രൊഡ്യൂസർ ഹിംസെൽഫ്. അതായത് ഒരു പക്ഷേ പ്രൊഡ്യൂസറുടെ ആയിരിക്കാം ആ ലാൻഡും അല്ലെങ്കിൽ ആ ബിൽഡിങ്സും, അദ്ദേഹത്തിന് കൊടുക്കുന്ന വാടക, ഇതെല്ലാം നോർമൽ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഇതെല്ലാം എന്താണ് ഇതെല്ലാം പ്രൈവറ്റ് കോസ്റ്റിൽ ഉൾപ്പെടും. കാരണം എന്താണ്, ഈ പ്രൈവറ്റ് കോസ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ. അപ്പം അത്രയും ചിലവുകൾ വരുമ്പോൾ അതെല്ലാം ഇത് വിലയിലേക്ക് ഉൾപ്പെടുത്തും. അതൊക്കെ ഈ വിലയിൽ കൂട്ടിയാലല്ലേ ഇവർക്ക് എന്തെങ്കിലും, ഇവരുടെ ആ ഒരു ഹാർഡ് വർക്കിനും, അല്ലേ, കഠിനാധ്വാനത്തിനും, ലേബേഴ്സിൻ്റെ ആ ഒരു അധ്വാനത്തിനും, ഇനി പ്രൊഡ്യൂസറുടെ അധ്വാനത്തിനും, അസംസ്കൃത വസ്തുക്കൾ അവർ സേവ് ചെയ്യാൻ ആരെയാണ് ഏൽപ്പിച്ചത്, കോർഡിനേറ്ററോ ആരെങ്കിലും ഉണ്ടാവും, അവരുടെ ആ എഫേർട്ടും എല്ലാം ചേർന്നിട്ടാണ് ഒരു കമ്മോഡിറ്റിക്ക് വില നിശ്ചയിക്കുന്നത്. ഓക്കെ. പ്രൈവറ്റ് കോസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ദെൻ ഇറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് എ പ്രൈവറ്റ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, അതായത് എക്സ്റ്റേണാലിറ്റീസ് ഓർ നോട്ട് ഇൻക്ലൂഡഡ് എ പ്രൈവറ്റ് കോസ്റ്റിൽ ഉൾപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഫോർ എക്സാമ്പിൾ, എ ഫാക്ടറി ലൊക്കേറ്റഡ് ഇൻ ദ റെസിഡൻഷ്യൽ ഏരിയ. ഓക്കെ. അതായത് ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നത് ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ ഇറ്റ് പൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയർ വിൽ എക്സ്പോസ് ദ റെസിഡൻസ് ഓഫ് ദ കോളനി ഓഫ് വേരിയസ് എലമെന്റ് വിൽ ദെർബൈ റെസിസ്റ്റ് ഫോർ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ. അതായത് അവർക്ക് അവിടെ ആ പ്രദേശം പൊല്യൂട്ടഡ് ആവുമ്പം അതിനെന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സോ എന്തെങ്കിലും വരുമ്പോൾ അത് അവിടെ ബാധ്യത ആവും. ആ ഒരു ഫേം ആരാണോ അവിടെ തുടങ്ങിയത് അവർക്കാണ്, അതിൻ്റെ പ്രൊഡ്യൂസർക്കായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക. ആ ഏരിയ പൊല്യൂട്ടഡ് ആവുമ്പോൾ ആ പ്രദേശ നിവാസികൾ ഒരു പക്ഷേ എന്താവാം, സമരത്തിന് ഇറങ്ങിയേക്കാം. ആ ഫേം ഒരു പക്ഷേ ഒരു ഫാക്ടറി ആവാം. ഫേം പലവിധമുണ്ട്. ഫേം മീൻസ് നമ്മൾ പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന ഫാക്ടറിയെ തന്നെയാണ് ഫേം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഫാക്ടറി പൊല്യൂട്ടഡ് ആവാൻ, അറ്റ്മോസ്ഫിയറിലേക്ക് അതിന് പുക പോയാലും ഇൻ കേസ് ഒരു പക്ഷേ മേ ബി എന്ത് ചെയ്യാം, അവിടെ മലിനജലം പുഴയിലേക്ക് പോയാൽ പുഴ മലിനീകരിക്കപ്പെടും. ആ റെസിഡൻഷ്യൽ ഏരിയയിലെ ആളുകൾ ഉപയോഗിക്കുന്ന ജലമാവാം. അപ്പോൾ അവർക്ക് എന്താ, പൊല്യൂട്ടഡ് ആയിട്ട് ജലം കുടിക്കുമ്പോൾ രോഗങ്ങൾ വരാം. അപ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് ഒന്നിനോടനുബന്ധിച്ച് പല പ്രശ്നങ്ങളും ആ ഫേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അതിനെല്ലാം വരുന്ന ചിലവ്, ഒരു പക്ഷേ ആ ഒരു മലിനജലം കുടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും റെസിഡൻഷ്യൽ ഏരിയയിൽ ആർക്കെങ്കിലും വന്നാൽ അവരെ മെഡിക്കലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചിലവുണ്ടാവും. ആ ഒരു കോസ്റ്റും ഒക്കെ നമ്മളെ എന്തിൽ ഉൾപ്പെടുന്നു, സോഷ്യൽ കോസ്റ്റിൽ ഉൾപ്പെടുന്നു. അതൊരു സാമൂഹികമായിട്ട് വരുന്ന ചിലവുകളാണ്. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ ദ കോസ്റ്റ് ഓഫ് ബൈ പൊല്യൂട്ടിങ് ഓഫ് അറ്റ്മോസ്ഫിയർ വിൽ എക്സ്പോസ് ദി റെസിഡൻഷ്യൽ ഏരിയ. ഓൾറെഡി ഇറ്റ്സ് എ കോളനി നിവാസി പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല. കോളനികൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് കോളനീസ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഫേം വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ട്, ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകളും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിൻ്റെ ചെലവുകളൊക്കെ എടുക്കണം. അത് ഈ കോളനി നിവാസികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് പ്രൊഡ്യൂസറായിരിക്കും കൈകാര്യം ചെയ്യുക. അപ്പോൾ അവർക്കുന്ന ചിലവ് അതെല്ലാം അവരെന്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത്, വിലയിൽ ഒരു പക്ഷേ ഉൾപ്പെടുത്തിയേക്കാം. അതെല്ലാം സോഷ്യൽ കോസ്റ്റിൽ ഉൾപ്പെടുന്നു. പ്രൈവറ്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റും. നെക്സ്റ്റ്, ത്രൂ ദീസ് കോസ്റ്റ് ആർ ക്വൈറ്റ് റെലവൻറ്റ് ഫ്രം ദ പോയിന്റ്സ് ഓഫ് യുവർ സൊസൈറ്റി വിൽ നെവർ കൺസിഡേർഡ് ബൈ ദ ഫേം ആസ് പാർട്ട് ഓഫ് കോസ്റ്റ്. അപ്പം ദെൻ മണി കോസ്റ്റ്, റിയൽ കോസ്റ്റ്, എക്കണോമിക് കോസ്റ്റ് നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് കോസ്റ്റ് പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറഞ്ഞു. ഇത്രയും ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇത്രയും കോസ്റ്റസ് ആണ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഓക്കെ.